വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവിടെ സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ ഭീകരരാണെന്ന സൂചന വരുന്നു. കാർ ഓടിച്ച ഭീകരൻ ഉമർ മുഹമ്മദിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനഹരി മസ്ജിദിന് മുന്നിൽ കാർ 3 മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു എന്ന വാർത്ത വരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പരിശോധന തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗും അതേപോലെ തന്നെ ഒരു വാഹനത്തിന്റെ ചില ലോക ഭാഗങ്ങളും ഇവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഈ സ്ഫോടനം നടന്നതിന്റെ തൊട്ട് സമീപമായ ഒരു ജൈന ക്ഷേത്രമുണ്ട്. ആ ജൈന ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്നുമാണ് ഒരു വാഹനത്തിന്റെ ലോഹഭാഗങ്ങൾ കണ്ടെടുത്തത്. ഏതാണ്ട് 300 മീറ്ററിന് അപ്പുറത്തേക്ക് ഈ ലോഹഭാഗങ്ങൾ തെറിച്ചെത്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഏതാണ്ട് 350 മീറ്ററിൽ അധികം ദൂരത്തേക്ക് കൈകളുടെ 2 വിരലുകൾ വന്ന് പതിച്ചിരുന്നു. ആ വിരലുകളും ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ഫോറൻസിക് പരിശോധനയാണ് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നത്. ഏതായാലും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്. അന്വേഷണം അവരിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഡൽഹി പോലീസ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഈ വാഹനം നേരത്തെ തന്നെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി കാണപ്പെട്ടിട്ടുണ്ട്. അതായത് ജൂണിൽ ബദർപൂരിൽ നിന്നും ഈ വാഹനത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേ വാഹനം ഈ കാശ്മീരി ഗേറ്റ് അടക്കമുള്ള ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 3:19 ഈ വാഹനം റെഡ് ഫോർട്ടിന്റെ ചെങ്കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറ്റുന്നു. അങ്ങനെ അവിടെ നിന്നും ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം 6:48 ഈ വാഹനം പുറത്തേക്ക് എടുക്കുന്നത്. 6:58 പുറത്തേക്ക് എടുക്കുന്നു. തൊട്ടടുത്ത സിഗ്നലിലേക്കാണ് ഈ വാഹനം എത്തുന്നത്. അവിടെ റെഡ് സിഗ്നലായിരുന്നു. ഈ വാഹനം പതിയെ ആ റെഡ് സിഗ്നലിന്റെ അടുത്തേക്ക് എത്തി ഏതാണ്ട് 6:58 ഇത് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഓണർഷിപ്പ് പരിശോധിച്ചാൽ ഇത് ഹരിയാനയിലെ അംബാല സ്വദേശിയായ ഒരു ദേവേന്ദ്ര എന്നുള്ള ആളുടെ വാഹനമായിരുന്നു. ഇത് പിന്നീട് അമീർ എന്നുള്ള ആൾ ഈ വാഹനം വാങ്ങി. അമീർ പിന്നീട് ഈ വാഹനം കൈമാറുന്നത് പുൽവാമ സ്വദേശിയായ താരിഖിനാണ്. താരിഖ് ഈ വാഹനം ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന ഉമർ മുഹമ്മദിന് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അടക്കം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടിയിരിക്കുന്നു. ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ വാഹനത്തിലുള്ളവർ ചാവേറുകളായോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഒരാൾ മാത്രമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. ഇന്നലെ ഈ വാഹനം ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി കണ്ടപ്പോൾ ആ വാഹനത്തിനുള്ളിൽ 3 പേരുണ്ടായിരുന്നു. എന്നാൽ സാധാരണ ഇത്തരം ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഇത്തരം ചാവേറുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരാൾ മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ ചാവേറാകുക എന്നുള്ളതാണ്. അല്ലാതെ കൂടുതൽ ആൾക്കാർ അതിൽ ഉൾപ്പെട്ട് ചാവേറുകളാകാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഇതേ സമാനമായ രീതിയിൽ ഈ ഒരു കേസും പരിശോധിക്കുമ്പോൾ ഇവിടെയും ഒരാൾ മാത്രമായിരിക്കണം ചാവേറായത് അല്ലെങ്കിൽ ഉമർ മാത്രമായിരിക്കണം ചാവേറായത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധമായ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം ദേശീയ അന്വേഷണ ഏജൻസിയും സമാന്തരമായി വിഷയം അന്വേഷിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില അറസ്റ്റുകൾ, IS ഭീകരവാദികളുടെ അറസ്റ്റ്, അതിൽ 3 പേർ ഗുജറാത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിലൊരാൾ ഡോക്ടറാണ്. അവർ ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ രാജ്യത്ത് ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു. അതുകൂടാതെ അതിന് പുറമെ ഇന്നലെ ഹരിയാനയുടെ വിവിധ ഭാഗങ്ങൾ, ഫരീദാബാദ് അതേപോലെ തന്നെ സഹജൻപൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും ഇന്നലെ 7 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ 7 പേർ അതിൽ 2 ഡോക്ടർമാർ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിനും അതേപോലെ തന്നെ മറ്റ് MBA അടക്കമുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവരുടെ അറസ്റ്റ് അല്ലെങ്കിൽ അതിന് വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി നടത്തിയ സ്ഫോടനമാണോ? അതല്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവരുടെ കൂട്ടാളികൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് സമഗ്രമായ പരിശോധനയിലേക്ക് കടന്നു.
കടന്നിരുന്നു. ഒരുപക്ഷെ ഇവർ പിടിക്കപ്പെടും, സ്ഫോടക വസ്തുക്കൾ കൈകളിലുണ്ട്, അടുത്ത മണിക്കൂറുകളിൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഈ സ്ഫോടനം നടത്തിയതാകാമെന്നുള്ള നിഗമനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഓരോ മിനിറ്റുകൾക്കപ്പുറവും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. ഡൽഹിയിൽ കൊട്ടുവാലിയ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ, ഒപ്പം തന്നെ UAPA ആക്ടും മറ്റും ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതാണ് ദേശീയ അന്വേഷണ ഏജൻസിയും സമാന്തരമായ അന്വേഷണം നടത്തുന്നത്. അതേപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സേനാ വിഭാഗങ്ങൾ, സേനാ അംഗങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയിരുന്നു. RAFന്റെ K9 സ്ക്വാഡ്, ശ്വാനസേന ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ BSFന്റെയും CRPFന്റെയും CISFന്റെയും ഒക്കെ തന്നെ ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട്. ഈ സംഘങ്ങളുടെ ഒക്കെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഒരു സംഘം മാത്രമല്ല ഇതിലേക്ക് കടന്നിരിക്കുന്നത്, വിവിധ സംഘങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏത് തരത്തിലാണ് ആക്രമണം ഉണ്ടായത്, ഇതൊരു ഭീകരവാദ ആക്രമണമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ സ്ഫോടനത്തിന്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ഫോടനം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഒക്കെ അനുമാനിക്കുമ്പോൾ കൃത്യമായി നോക്കിക്കാണേണ്ടത് ഇതൊരു ഭീകരാക്രമണം എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇരട്ട സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഒരു വാഹനം പൊട്ടിത്തെറിച്ചു, പിന്നീട് ഒരു വാഹനം പൊട്ടിത്തെറിച്ചു. അങ്ങനെ നന്ദഗോപൻ, അതായത് ഈ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കാത്ത തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുക, ഇതിപ്പോൾ പിടിയിലായ ഭീകരരിൽ 4 ഡോക്ടർമാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവരുടെ പുതിയ പദ്ധതിയായി അത് മാറിയിരിക്കുന്നു, ഈ വൈറ്റ് കോളർ ഭീകരവാദം. അപ്പോൾ ആ ശൃംഖലയിലേക്ക് നീളുകയാണോ അന്വേഷണം? കൃഷ്ണജയ്, യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻകാലങ്ങളിലുള്ള ഒരു അവസ്ഥയല്ല. മുൻകാലങ്ങളിൽ ഏതാനും ലക്ഷങ്ങൾ അല്ലെങ്കിൽ 5-10 ലക്ഷം രൂപ കൊടുത്താൽ കശ്മീരിൽ നിന്നും അടക്കം ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചാവേറാകാൻ വേണ്ടി ഇത്തരം ജിഹാദികളെ ധാരാളമായി ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. കശ്മീരിലെ യുവാക്കളിലേക്ക് തൊഴിലെത്തപ്പെട്ടു, അവരിലേക്ക് കൂടുതൽ പണം എത്തപ്പെട്ടു. പതുക്കെ തീവ്രവാദ ബന്ധങ്ങളിൽ നിന്നും ഇത്തരം ആൾക്കാർ പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇവരെയൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ജിഹാദി ശക്തികൾ എത്തുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 3 ഡോക്ടർമാർ. അതിൽ ഒരാൾ അറസ്റ്റിലായത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് ATS ആണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അയാൾ ഹൈദരാബാദ് സ്വദേശിയാണ്. അയാൾ ഇവിടെ ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തുവാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു അയാൾ ഇട്ടിരുന്നത്. പിന്നീട് 2 ഡോക്ടർമാർ അറസ്റ്റിലാകുന്നത്, അത് 7 പേരടങ്ങുന്ന ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അതിൽ 2 ഡോക്ടർമാർ ഉൾപ്പെട്ടിരിക്കുന്നത്. അവർ ഇവിടെ വലിയ രീതിയിൽ സ്ഫോടന പരമ്പര തന്നെ നടത്തുവാൻ വേണ്ടി വലിയ രീതിയിൽ ഏതാണ്ട് 2900 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുകയും അതേപോലെ തന്നെ IED സ്ഫോടനത്തിന് ആവശ്യമായ ബാറ്ററികളും അതേപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ അസംസ്കൃത വസ്തുക്കളും ഒക്കെ തന്നെ അവരുടെ വ്യാപകമായി ഉണ്ടായിരുന്നു, ധാരാളമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അത് വലിയ സ്ഫോടന പരമ്പരകൾക്കായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ സ്റ്റുഡൻസ്, വൈറ്റ് കോളർ ജോബുള്ള ആൾക്കാർ, അവർ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ ഡോക്ടർമാരുണ്ട്, അഭിഭാഷകരുണ്ട്, പോലീസ് ഫോഴ്സിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാർ, ജിഹാദി ശക്തികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഏതായാലും അത്തരം അന്വേഷണങ്ങൾ സമാന്തരമായി തന്നെ നടക്കുന്നു. ഈ ചെങ്കോട്ടയിലെ ഇന്നലെ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രതികളിലേക്ക് ഉടനെ എത്തും, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവരെ പിടികൂടാൻ അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യാപകമായ തെരച്ചിൽ ഡൽഹിയിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും വ്യാപക തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പഹാഡ്ഗഞ്ച് അടക്കം ഈ റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ ചെങ്കോട്ടയ്ക്കൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ പഹാഡ്ഗഞ്ച് എന്നുള്ള സ്ഥലം. ആ പഹാഡ്ഗഞ്ചിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ
പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തെ റെഡ് ഫോർട്ടിന് സമീപത്തെ ചില ഹോട്ടലുകളിൽ നിന്നായി ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ചില ആൾക്കാരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് NIA അടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇങ്ങനെ പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ്. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതനുസരിച്ച് അത്തരം ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, ആ ഭീകരാക്രമണം പാകിസ്ഥാനാണ് ആ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് ഭാരതം കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളാകെ ഭാരതത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാമിന് മറുപടി നൽകിയത്. സ്വാഭാവികമായും ഈ പഹൽഗാമിൽ നടന്ന അറ്റാക്കിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതിന്റെ വൈരാഗ്യം ഇത്തരം തീവ്രവാദ ശക്തികൾക്ക് ഉണ്ടാകണം. ആ വൈരാഗ്യത്തിന്റെ ഫലമായിരിക്കണം ഒരുപക്ഷെ ഇത്തരമൊരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഒരു സ്ഫോടനത്തിന് പിന്നിലെന്നുള്ളതും അത്തരം ചില അഭിയോഗങ്ങളും നിലനിൽക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് സമഗ്രമായ പരിശോധനയിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ദീപാവലിയോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനങ്ങൾ സാധ്യമാകുമോ എന്നുള്ളത് തീവ്രവാദ ശക്തികൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതായിരുന്നു ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ പുറത്ത് നമുക്ക് കാര്യമായ സെക്യൂരിറ്റി ഒന്നും കാണാൻ കഴിയില്ലെങ്കിൽ തന്നെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും മസ്തിയിലുമൊക്കെയായി ധാരാളം പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ഒക്കെ തിരക്കേറിയ സ്ഥലങ്ങളിലും മറ്റും അവർ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണക്കാരുടെ സുരക്ഷ കരുതിക്കൊണ്ട് ഇത്തരം ആൾക്കാരെ യൂണിഫോമിലല്ലാത്ത തന്നെ ധാരാളമായി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദീപാവലി തൊട്ട് രാജ്യ തലസ്ഥാനം വലിയ ജാഗ്രതയിലായിരുന്നു മുന്നോട്ട് നീങ്ങിയിരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഈ തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യ ഗേറ്റും അതേപോലെ തന്നെ റെഡ് ഫോർട്ട് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ കർശന സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ സംഭവിച്ചത് അതൊരു സുരക്ഷാ വീഴ്ച എന്നവണ്ണം വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാര്യം ഭീകരർ പദ്ധതിയിട്ടിരുന്നത് വലിയ ആക്രമണമായിരുന്നു. എന്നാൽ ആ വലിയ പദ്ധതിയിലേക്കൊന്നും ഭീകരർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വാഹനം ഈ ഭീകരവാദി ഓടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഡൽഹിയുടെ ഹൃദയഭാഗങ്ങളിലേക്കൊക്കെ എത്തുകയായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ ആഘാതമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ 8 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. ഈ മരണപ്പെട്ടവരെ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. DNA പരിശോധനയ്ക്ക് വേണ്ട നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ കൂടി സാമ്പിളുകളും മറ്റും ശേഖരിച്ചു വേണം DNA പരിശോധന നടത്താൻ. LNJP ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഏതെങ്കിലും ആൾക്കാർ ഈ പ്രദേശത്തേക്ക് ചെങ്കോട്ട ഭാഗത്തേക്ക് പോയിട്ട് അവർ വീടുകളിൽ തിരികെ വരാൻ സാധിക്കാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നുള്ള നന്ദൻ, കാർ ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞു എന്ന വിവരം പുറത്തുവരുന്നു. പുൽവാമ സ്വദേശി ഡോക്ടർ മുഹമ്മദ് ഉമർ മുഹമ്മദ് എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നയാൾ, ഡോക്ടർ മുഹമ്മദ് ഉമർ എന്ന ആൾ ഫരീദാബാദ് സംഘത്തിൽപ്പെട്ടയാളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഫരീദാബാദിൽ കേന്ദ്രീകരിച്ച് വലിയ സ്ഫോടനങ്ങൾക്ക് ആസൂത്രണ പദ്ധതിയിട്ട ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ടയാളാണ് ഉമർ മുഹമ്മദ്, അല്ലെങ്കിൽ ഡോക്ടർ മുഹമ്മദ് ഉമർ എന്ന ആൾ. അതായത് ഒരു പൊതു സ്വഭാവം വരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുമായി കറങ്ങി നടന്നവർ, അതിൽ ചിലർ പിടിയിലാകുന്നു. പക്ഷെ അപ്പോൾ അവർ അത് തുറന്നു പറയുന്നില്ല. പകരം ജൈവായുധം കൊണ്ട് കീഴടക്കും ഭാരതത്തെ എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. പക്ഷെ മറുവശത്തു കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ ഡൽഹിയിൽ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്ന് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ഒരു ചാവേർ ഭീകരാക്രമണം തന്നെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ.